മഹാന്മാരായ അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കുന്നതിൽ വലിയ നേട്ടങ്ങളുണ്ട് എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫ് ഓതൽ ഒരു സുന്നത്താണ്. ഓതുന്നവർ തന്നെ ഇക്സാർ ചെയ്യൽ, കൂടുതൽ തവണ ഓതൽ സുന്നത്താണ്. മിൻഹാജിൽ നബിമാം പറഞ്ഞു വഅൻ യഖറഅൽ കഹ്ഫ്, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ അവിടെ കൂട്ടിക്കൊടുത്തു വഅൻ യുക്സിറ മിൻഹാ, ഒരു വട്ടം ഓതിയാൽ സുന്നത്ത് കിട്ടും, പക്ഷേ കൂടുതൽ തവണ ഓതുന്നത് പ്രത്യേകം സുന്നത്താ. ഈ കൂടുതൽ ഓതി എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര വട്ടം ഓതണം? ഷർവാനി പറഞ്ഞു കൂടുതൽ ഓതി എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും ഓതണം. അപ്പോൾ ഒരു 3 വട്ടമെങ്കിലും സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാപ്പകലുകളായിട്ട് ഓതി തീർക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ വെള്ളിയാഴ്ച ആവർത്തിച്ച് സൂറത്തുൽ കഹ്ഫ് ഓതുന്നത്? മറ്റുള്ള എല്ലാ ഖുർആനോത്തുകളെക്കാളും വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫിനും സലാത്തിനുമാണ് മഹത്വം. അതിനേക്കാളും മഹത്വമുള്ള വേറൊരു ഓത്തോ ദിക്റോ അന്ന് വേറെയില്ല. അതിൻ്റെ കാരണം സൂറത്തുൽ കഹ്ഫ് നമുക്ക് 5 പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ചരിത്രങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം തന്നെ അസ്ഹാബുൽ കഹ്ഫ്, അക്രമിയായ ഭരണാധികാരിയിൽ നിന്ന് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ ചെന്ന് അഭയം തേടി 300 കൊല്ലക്കാലം ഉറങ്ങിക്കിടന്ന 7 യുവാക്കളുടെ ചരിത്രമാണ് അള്ളാഹു പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് 2 തോട്ടക്കാർ, ബനു ഇസ്രായേൽക്കാരായ 2 തോട്ടക്കാരുടെ ചരിത്രം അള്ളാഹു പറയുന്നു. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച് കിബർ കാണിച്ച ഇബ്ലീസിന്റെ ചരിത്രമാണ് പറയുന്നത്. അതിനുശേഷം മഹാനായ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയും തമ്മിൽ യാത്ര പോയി. ആ യാത്രയുടെ വിവരണമാണ് പറയുന്നത്. അവസാനം ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം കൂടി പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത്. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയപ്പോൾ വെള്ളിയാഴ്ച ഒരാളത് പലതവണ ആവർത്തിച്ചോതുമ്പോ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്, നബിയേ തങ്ങൾക്ക് ഞാൻ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു തരുമ്പോൾ അത് തങ്ങളുടെ ഹൃദയത്തിന് സുബൂത്തുണ്ടാക്കി തരുന്നു, വലിയ സമാധാനം ഉണ്ടാക്കി തരുന്നു. നബി തങ്ങൾക്ക് തന്നെ മുൻഗാമികളായ പണ്ഡിതരും അമ്പിയാക്കന്മാരുടെ ചരിത്രം കൊണ്ട് വലിയ സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും സമാധാനം കിട്ടുമല്ലോ. പുറമേ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിന് വേറെ ഒരു ഹിക്മത്തും കൂടിയാണ്. എന്താ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹസർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ഖിയാമത്ത് നാളാവുമ്പോൾ പർവ്വതങ്ങളെ ഞാൻ സഞ്ചരിപ്പിക്കും. പർവ്വതങ്ങളൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നിട്ട് ആ ഭൂമിയെ നിങ്ങൾക്ക് തുറന്ന നിലക്ക്, സമനിരപ്പായ നിലക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ആ ഭൂമിയിൽ ഒരൊറ്റ ഒരു കുട്ടീനെ പോലും വിടാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഞാൻ ആ സമനിരപ്പ് പ്രദേശത്തിൽ ഒരുമിച്ച് കൂട്ടും. ഇങ്ങനെയാണ് ഖിയാമത്ത് നാളിനെ പറ്റി സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാൾ എന്നാ സംഭവിക്കുക? അതൊരു വെള്ളിയാഴ്ചയാ. ജുമുഅ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താ? മുഅ്മിനീങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും. അപ്പൊ പല അർത്ഥത്തിൽ ഖിയാമത്ത് നാളും ജുമുഅയും തമ്മിൽ ഒരു മുമാസലത്തുണ്ട്, ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമാനതയുണ്ട്. അതുകൊണ്ടാണ് പോലും ജുമുഅ ദിവസം തന്നെ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പ്രത്യേകം ഓതണം എന്ന് പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ ഒരു ഹിക്മത്തും കൂടി തൂഫയിൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖിയാമത്ത് നാളിനെ സ്മരിക്കുന്നതും കൂടിയാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ജുമുഅയിലൂടെ. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ ആ ആയത്തും കൂടി നമ്മളെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഖിയാമത്ത് നാൾ ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു വരും. പർവ്വതങ്ങളൊന്നും ഇല്ലാത്ത സമനിരപ്പ് പ്രദേശത്തിൽ മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ രംഗം. അതിനുവേണ്ടിയാണ് സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാ ഓതണ്ട്? രാത്രിയും ഓതാം, പകലും ഓതാം. എല്ലാ കിതാബുകളിലും പറഞ്ഞു ഏറ്റവും നല്ലത് പകലിൻ്റെ ആദ്യ ഭാഗത്ത് സുബഹിക്ക് ശേഷം ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് നല്ല കാര്യവും അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുന്നതാണ് നല്ലത്. സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു പകലിൻ്റെ തുടക്കത്തിൽ, രാത്രിയും ഓതാം പകലും ഓതാം, പകൽ ഓതുന്നതാണ് നല്ലത്. പകൽ ഓതുമ്പം തന്നെ
ആദ്യ ഭാഗത്ത് ഓതുന്നതാണ് നല്ലത് സുബഹി സമയത്ത്. അപ്പം അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതണം. ചരിത്രങ്ങളിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഇന്നത്തെ ഹുത്ബയിൽ നിങ്ങൾ കേട്ടു, ബക്കർ ബിൻ വായിൽ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വയസ്സായിട്ടുണ്ട്, അയാൾക്ക് തിന്നാൻ കഴിയുന്നില്ല, കുടിക്കാൻ കഴിയുന്നില്ല, ഇനി പെണ്ണെട്ടാൻ കഴിയൂല, ദുനിയാവിന്റെ ഒരു സുഖവും ഇനി അയാൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആളോട് ചെന്നിട്ട് ആരോ ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബു അൻ തമൂത്ത്, നിങ്ങൾക്ക് മരിക്കാൻ പൂതിയുണ്ടോ? അപ്പൊ അദ്ദേഹം പറയേ, എനിക്ക് മരിക്കാനൊന്നും ആഗ്രഹമില്ല. ഫമാ ബഖിയ ലക മിൻ ലദ്ദത്തി ദുനിയ, മരിക്കാതെ പിന്നെ ഇവിടെ ജീവിച്ചിട്ടെന്ത്, തിന്നാൻ കഴിയുന്നില്ല, കുടിക്കാൻ കഴിയുന്നില്ല, ദുനിയാവിന്റെ എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ബാക്കിയുള്ളത്? ഒന്നും കിട്ടാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടിയുണ്ട്, അസ്തമിയു അഖ്ബാറ റിജാലി വ അസ്തമിഉൽ അജായിബ്, എനിക്ക് ദുനിയാവിൽ ഏറ്റവും വലിയൊരു ലദ്ദത്ത് കിട്ടാനുണ്ട്. അതപ്പോഴാ ഞാൻ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കും, അത്ഭുതപ്പെടുത്തുന്ന കഥകൾ ഇങ്ങനെ കേൾക്കും. അതാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ലദ്ദത്ത്, ഭക്ഷണത്തിനേക്കാളും വെള്ളത്തിനേക്കാളും കല്യാണം കഴിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് ചരിത്രം കേൾക്കാൻ വേണ്ടി എനിക്ക് ഈ ലോകത്ത് കൂടുതൽ കാലം ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാണ് ആ ബക്കർ ബിൻ വായിൽ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ഖുത്ബ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചരിത്രങ്ങൾ പഠിക്കണം, കേൾക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഉണ്ടാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. മുസ്ലിംകൾ ഭക്ഷണം കഴിക്കുന്നത് സംസാരിച്ചു കൊണ്ടായിരിക്കണം. കൂടുതൽ സംസാരിക്കണം എന്നല്ല, സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്ത് സംസാരാ വേണ്ടത്? അത് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു, ഹികായത്തു സ്വാലിഹീൻ. ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നല്ല മനുഷ്യരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസ്കാരിക്കാതിരിക്കുക എന്നത് അത് അജമുകളുടെ, പാശ്ചാത്യരുടെ സംസ്കാരമാണെന്ന് വരെ നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രോഗിയായ മനുഷ്യൻ അവൻ കരയുന്നത് നല്ലതല്ല. രോഗം വരുമ്പോൾ പരാതിപ്പെടുന്നതും കരയുന്നതും നല്ലതല്ല. മറിച്ച് പണ്ഡിതന്മാരെന്താ അവരോട് പറഞ്ഞത്? ജമൽ പറഞ്ഞു, ബുജൈരിമിൽ പറഞ്ഞു, എല്ലാ ഹാസ്യക്കാരും പറഞ്ഞു, ഒരാൾ രോഗിയായാൽ അവൻ മഹാന്മാരുടെ കഥകൾ കേൾക്കട്ടെ, മഹാന്മാരുടെ കഥകൾ വായിക്കട്ടെ. അത് അവന് വലിയ സമാധാനം കൊടുക്കും, അവന്റെ രോഗത്തിന്റെ ആ ടെൻഷൻ അങ്ങ് നീക്കം ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ചരിത്രങ്ങൾ കേട്ട് വായിച്ചു പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അത് വലിയ ജീവിതമാണ്. നിങ്ങൾ കേട്ടു ബിശ്ർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുറെ മനുഷ്യർ അവർ മരിച്ചു പോയിട്ടുണ്ട്, മൗത്ത, അവർ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തഹയ്യൽ ഖുലൂബു ബിദിക്രിഹിം, അവരുടെ സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇപ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ട്. അവർ മരിച്ചു പോയവരാ, പക്ഷേ അവരെ പറയുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ വെക്കുക. തിരിച്ചു കുറേ മനുഷ്യന്മാരുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്, അവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ചത്തുപോവാ. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട്, ഒരു ഉപകാരമില്ലാത്തവരും. അപ്പം നമ്മൾ ആദ്യത്തെ കൂട്ടത്തിൽ പെടണം. നമ്മളെ സ്മരിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ജീവൻ കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നല്ല നല്ല കഥകൾ വായിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ